ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നത് മുതൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു രേണു സുധിയുടേത്. കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ ഓഗസ്റ്റ് 3 ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രേണു ഷോയിലും എത്തി. ആദ്യമെല്ലാം കുറച്ചെങ്കിലും ആക്റ്റീവായിരുന്ന രേണുവിനെ പക്ഷെ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമാണ്. വ്യക്തമായ നിലപാടുകളില്ലാതെ ഗെയിം എന്താണെന്നറിയാതെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയ മത്സരാർത്ഥിയാണ് രേണു എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം. ഷോ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തനിക്ക് പറ്റുന്നില്ല എന്നും വീട്ടിൽ പോകണമെന്ന് രേണു സുധിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് രേണു. നൂറയോടാണ് രേണുവിന്റെ സംസാരം. എനിക്ക് പറ്റുന്നില്ലടി, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, മാനസികമായിട്ട് ഞാൻ ഓക്കെയല്ല, എനിക്ക് വയ്യടി, തല പോലും നേരെ നിൽക്കുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം, വീട്ടുകാരോട് ഒന്ന് സംസാരിച്ചാൽ മതി, അവര് പറയുന്നത് ഞാൻ കേട്ടോളാം. ശരിക്കും നൂറ, ഞാൻ കള്ളം പറയുന്നതല്ല, എന്റെ മൈൻഡ് ശരിയല്ല, ഞാൻ വോട്ട് കിട്ടാനായി ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് നൂറയുടെ മറുപടിയുമുണ്ട്. എനിക്ക് എന്റെ മക്കളാണ് വലുത്, എനിക്ക് പോയാൽ മതി, മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് നൂറ. ഇതായിരുന്നു രേണു സുധി നൂറയോട് പറഞ്ഞത്. പിന്നാലെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് രേണു സുധിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്റെ മൈൻഡ് ഓക്കെ അല്ല ബിഗ് ബോസ്, ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല എന്നായിരുന്നു എന്തു പറ്റിയെന്നുള്ള ചോദ്യത്തിന് രേണു സുധി ബിഗ് ബോസിന് പറഞ്ഞ മറുപടി. പിന്നാലെ മാനസികമായിട്ട് രേണു സ്ട്രോങ് ആണല്ലോ, പിന്നെ എന്തു പറ്റി, അങ്ങനെ ആകാനല്ലേ ശ്രമിക്കേണ്ടതെന്ന്. ഇവിടെ പല രീതിയിലും പല പ്രതിബന്ധങ്ങളും ഉണ്ടായേക്കാം, അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയല്ലേ, പിന്നെ എന്താണ്, നിങ്ങളെ ഉറ്റുനോക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവരോട് നീതി പുലർത്തണ്ടേ, മനസ്സിനെ ശക്തിപ്പെടുത്തൂ എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. എന്നാൽ അതിനുള്ള മറുപടി രേണു പറഞ്ഞത് ഇങ്ങനെയാണ്: കിച്ചു, ഋതപ്പ, അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ മൈൻഡ് അല്പം സ്ട്രോങ് ആയി. എത്രത്തോളം പ്രേക്ഷകരെ ഇവിടെ നിർത്തുന്നുവോ അത്രത്തോളം രേണു സുധി ഇവിടെ നിൽക്കും. ഞാൻ ഇവിടെ ഓക്കെയാണ്, പപ്പയുടെ അമ്മയോടും പറയുന്നു. എന്റെ മക്കളെ ഒരുപാട് മിസ് ചെയ്യുന്നു, എന്നെക്കാൾ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നായിരുന്നു കൺഫഷൻ റൂമിൽ വെച്ച് രേണു സുധി പറഞ്ഞതും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്.